ഹലോ ഗുഡ് മോർണിംഗ്. ഇതൊരു പരിപാടി ഉണ്ടായിരുന്നു. എവിടെ പോയെന്നല്ലേ, കലാക്ഷേത്രയിൽ. അങ്ങനെ കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് സൺക്രീമെല്ലാം തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഫ്രണ്ട് വിളിച്ചു 9 മണിക്ക് പ്രോഗ്രാമാണെന്ന്. അതിൻ്റെ ഇടയിൽ ബൈക്ക് ബുക്ക് ചെയ്ത് ബൈക്കാരനെ വിളിച്ച് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ജസ്റ്റ് ഓക്കെയാണോ നോക്കി. ഓക്കെയാണ്. അങ്ങനെ മെല്ലെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി. മെല്ലെ മുണ്ടെടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റണില്ല. പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയാൾ വന്ന് അയാൾ എന്നെ തന്നെ നോക്കുക. ഈ ചെറുക്കനെന്താ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട്. അങ്ങനെ OTP പറഞ്ഞു കൊടുത്തു. ഒരു പ്രാവശ്യം OTP തെറ്റായിപ്പോയി. 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ബാക്ക് സീറ്റ് മൊത്തം പൊടിയായിരുന്നു. പൊടിയൊന്നും തട്ടി അതിലിരുന്ന് മെല്ലെ അയാൾ വണ്ടി എടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി ട്രാഫിക്കായിരിക്കും, ഓൾറെഡി വർക്ക് ടൈമല്ലേ. പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് 9 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്, മെല്ലെ വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് കുടുങ്ങി, ട്രാഫിക്കാണ്. പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തിരുവാൻമൂർ എത്തി. പുതിയൊരു പാലമായത്, മേൽപ്പാലം. അങ്ങനെ അവിടെ നിന്നൊരു വീഡിയോ, നല്ലൊരു വീഡിയോ എടുത്തു. കാരണം വെച്ചാൽ രാവിലെ അല്ലേ, വെയിലുമില്ല ഒന്നുമില്ല. അങ്ങനെ അയാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെവിടെ സ്ഥലം, മലയാളിയാണോ എന്നെല്ലാം ചോദിച്ചു. അങ്ങനെ കുറേ സംസാരിച്ച് ഞാൻ മലയാളിയാണ്, ഞാനിവിടെ വർക്ക് ചെയ്യണമെന്നെല്ലാം പറഞ്ഞു, ചെന്നൈയിലാണ് വർക്ക് ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ എവിടെ പോകണം, ഞാൻ പ്രോഗ്രാം ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ ഇടത്തോട്ടൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വഴി പറഞ്ഞിട്ട് അയാൾക്ക് വഴി അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ ഏട്ടാ അതാണ് കലാക്ഷേത്ര, അവിടെ മതി, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ അപ്പുറം ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് അയാൾ നിന്നാൽ ഓക്കെ, ഞാൻ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ വണ്ടി എടുത്ത് ഒരു സൈഡിലോട്ടൊക്കെ. ട്രാഫിക്കായിരുന്നു കേട്ടോ, 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, 2 സൈഡ് അയാൾ നോക്കുന്നുണ്ട്. അങ്ങനെ സൈഡിലോട്ട് ഒരു സൈഡ് വണ്ടി നിർത്തി. ഉള്ളിലോട്ട് കയറണമെന്ന് ചോദിച്ചു. വേണ്ട, സെക്യൂരിറ്റി നോക്കുന്നുണ്ടായിരുന്നു. കയറാൻ പറ്റും കേട്ടോ, ഞാനിവിടെ ഇറക്കിയാൽ മതി. എന്നിട്ട് ഞാൻ നടന്നു പോയി സെക്യൂരിറ്റി സംസാരിച്ച്. അങ്ങനെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എക്സാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പിള്ളേർ പഠിക്കുകയായിരുന്നു. അങ്ങനെ കലാക്ഷേത്രത്തിലെ ഉള്ളിലോട്ടകത്ത് കയറി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് ലക്ഷ്യം വെച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന് അങ്ങനെ വരദ കലാക്ഷേത്ര ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ എത്തി. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റെപ്പ് കയറാൻ നോക്കുമ്പോൾ ആരുമില്ലേ, കാണുന്നില്ലല്ലോ, കാലിയായ കണക്കുണ്ട്. അങ്ങനെ ഡൗട്ട് തോന്നി. ഇടത്തോട്ട് കയറണോ വലത്തോട്ട് കയറണോ ഡൗട്ട്. അങ്ങനെ ഞാൻ ഇടതുവശത്തിലെ സൈഡിലോട്ട് ക്യാമറ ഒന്ന് പതുക്കി ഇതാക്കി. അങ്ങനെ ആരും കാണണമെന്നില്ല, അങ്ങനെ തോന്നി. ആരും വന്നിട്ടില്ലെന്ന് ഡൗട്ട്. പിന്നെ ഉള്ളിലോട്ട് കയറി ഫ്രണ്ട് വിളിച്ച് ഉള്ളിൽ കയറുമ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർ വന്ന് ഓക്കെ ഫ്രണ്ടിന് വാ ഇവിടെ ഇരിക്കടാറിട്ട് ഞാൻ അവിടത്തേക്ക് പോയി. അങ്ങനെ കുറേ സംസാരിച്ചു, എങ്ങനെയായിരുന്നു പരിപാടിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ വാങ്ങി. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പുറത്തോട്ട് നടക്കുകയാണ്. ബൈക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തോട്ട് നടന്ന് അങ്ങനെ ബൈക്കാരൻ വന്ന് എന്നെ തിരിച്ച് റൂമിലോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് നല്ല വെയിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നല്ല വെയിലായിരുന്നു. ഒരു 10-11 മണിയാകുമ്പോഴേക്ക് നല്ല വെയിലായി. അങ്ങനെ അയാളും ചോദിച്ചു മലയാളിയാണോ എന്ന്. മുണ്ടെല്ലാം എടുത്ത് കാണുമ്പോൾ എവിടെ പോയി, അമ്പലത്തിൽ പോയതാണോ. അപ്പോൾ ഞാൻ കലാക്ഷേത്രത്തിൽ പോയതാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി.